എംപ്ലോയബിലിറ്റി സ്കിൽസ് ഫോർ സെക്കൻഡ് ഇയർ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഫ്ലക്ഷൻ, അതായത് ഫസ്റ്റ് ഇയറിൻ്റെ ഇംഗ്ലീഷ് ലിറ്ററസിയുടെ കുറച്ച് റിവിഷനാണ് നോക്കിയത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ചാപ്റ്റേഴ്സാണ്. ചാപ്റ്റർ 2 ഗ്രീറ്റിംഗ്സ്, ചാപ്റ്റർ 3 ഇൻട്രൊഡക്ഷൻ ആൻഡ് ചാപ്റ്റർ 4 റോൾ മോഡൽസ്. ഈ 3 ചാപ്റ്റേഴ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രീറ്റിംഗ്സ് എന്ന് വെച്ചാൽ ആശംസ, ആശീർവാദം എന്നൊക്കെ പറയും. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ പറയുന്ന വേർഡിങ്സാണ് ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഗ്രീറ്റിംഗ്സ് ആർ ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് എനി കോൺവെർസേഷൻ ഓർ ഡിസ്കഷൻ അതാണ്. അപ്പം വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ്. നന്നായി തുടങ്ങിക്കഴിഞ്ഞാൽ പകുതിയും തീർന്നു. വെൻ വി സ്മൈൽ അറ്റ് സം വൺ ആൻഡ് ഗ്രീറ്റ് ദം, the connection has already been established and will make our conversation easier. അതാണ്. അപ്പോൾ നമ്മളൊരാളെ ഒന്ന് കണ്ടു, ചിരിച്ചു, നന്നായിട്ടൊന്ന് ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. റാപ്പോ എന്ന് പറയും. റാപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടുപ്പം ഉണ്ടാക്കുക. ഇതിൽ സ്മൈലിംഗ് ഈസ് ദ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് മാൻ കൈൻഡ് എന്ന് പറയാറുണ്ട്, അല്ലേ? എന്ന് വെച്ചാൽ ഭൂമിയിൽ മനുഷ്യർക്ക് പൊതുവായിട്ടുള്ളൊരു ഭാഷയുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, തെലുങ്ക് എന്നൊക്കെ പറയുന്നതിന് അതീതമായിട്ട് ലോകത്തെല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഭാഷയാണത്രേ ചിരി. അതാണ് സ്മൈലിംഗ് ഈസ് ദ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് മാൻ കൈൻഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഏത് കോൺവെർസേഷൻ ആണെങ്കിലും, ഏത് സംസാരമാണെങ്കിലും, ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും, ഇറ്റ് ഷുഡ് ഹാവ് ടു ബി ബിഗിൻ വിത്ത് എ സ്മൈൽ, ഒരു ജെൻറ്റിലായിട്ടുള്ള ഒരു സ്മൈൽ കൊണ്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീറ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കൂ. ഗ്രീറ്റിങ്ങിൽ ഫോർമൽ ഗ്രീറ്റിംഗ് ഉണ്ട്, ഇൻഫോർമൽ ഗ്രീറ്റിംഗ് ഉണ്ട്, അല്ലേ? ഫോർമൽ എന്ന് വെച്ചാൽ ഔപചാരികമായിട്ടുള്ളത്, ഇൻഫോർമൽ എന്ന് വെച്ചാൽ അനൗപചാരികം, അല്ലേ? അപ്പോൾ നമ്മൾ സുപ്പീരിയേഴ്സ് അല്ലെങ്കിൽ ഓഫീസ്, അതുപോലെ സ്ഥാപനങ്ങളിൽ ഗ്രീറ്റിംഗ് എപ്പോഴും ഫോർമൽ ഗ്രീറ്റിംഗ് ആയിരിക്കും, അല്ലേ? ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ ആയിട്ടുള്ളവരായിട്ടാണ്. അപ്പോൾ ഫോർമൽ ഗ്രീറ്റിംഗ്സിൽ വരുന്നതാണ് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഹലോ, ഹൗ ആർ യു ഡൂയിങ്. അതിന് പ്രതികരണം കാണിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഇതിൽ ഗുഡ് ഈവനിങ് വരെ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ രാത്രിയിൽ പിരിയുമ്പോൾ മാത്രമേ ഗുഡ് നൈറ്റ് എന്ന് പറയാറുള്ളൂ. പകലൊക്കെ കാണുമ്പോൾ നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ, രാത്രിയിൽ കണ്ടുമുട്ടുമ്പോൾ ഗുഡ് ഈവനിങ് എന്നേ പറയാവുള്ളൂ, കേട്ടോ. ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് രാത്രിയിൽ പിരിയുമ്പോൾ ഗുഡ് ബൈ പറയുന്നതിന് പകരം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് പിരിയും. ഇനി ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ് തൊട്ടടുത്ത് കാണിച്ചിട്ടുണ്ട്. ഹായ്, ഹൗ ആർ യു, how's your life, what's news, what's up, hi, how is everything, how is business, good to see you. ഇതെല്ലാം തന്നെ ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സിൽ വരുന്നതാണ്. ഇനി ഇതിൽ ഒരു ഇമേജിൻ റാം, എ സ്ട്രേഞ്ചർ ഈസ് മീറ്റിംഗ് യു ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ബസ് സ്റ്റോപ്പ്. ഹീ ഈസ് ആസ്കിങ് യു ടു ഹെൽപ്പ് ഹിം ടു നോ ദ വേ ടു റീച്ച് ദ എയർപോർട്ട് ഫ്രം ദ ബസ് സ്റ്റോപ്പ്. അപ്പോൾ റാം എന്ന് പറയുന്ന ഒരു സ്ട്രേഞ്ചറും നമ്മളും ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് കാണിച്ചിട്ടുള്ളത്. ഗുഡ് ആഫ്റ്റർനൂൺ, മൈ നെയിം ഈസ് റാം, ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്. ഒരു ഫോർമലായിട്ടുള്ള ഒരു വളരെ കോഡിയായിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഡിസ്കഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പം കോവിഡ് പ്രോട്ടോക്കോൾ നമുക്കറിയാമല്ലോ, മഹാമാരിയുടെ കാലമാണല്ലേ, പാൻഡമിക് എന്ന് പറയുന്നത്. എന്താ ഈ പാൻഡമിക് എന്ന് പറയുന്നത്? മഹാമാരി, ഒരു എപ്പിഡമിക് ഉണ്ട്, പാൻഡമിക്കും ഉണ്ട്. ഒരു പകർച്ചവ്യാധിക്കാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്, അല്ലേ? പാൻഡമിക് എന്ന് പറഞ്ഞാൽ മഹാമാരി എന്ന് പറയും. ലോകം മുഴുവൻ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിലൊക്കെ വ്യാപിച്ച് കിടക്കുന്ന ഒരു രോഗത്തിനാണ്, ഒരു പകർച്ചവ്യാധിക്കാണ് പാൻഡമിക് എന്ന് പറയും, കേട്ടോ. പാൻഡമിക്കിൻ്റെ കാലഘട്ടമാണല്ലോ. അപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ നോൺ കോൺടാക്റ്റ് ഗ്രീറ്റിംഗ്സ് ആണ്. നോക്കൂ ഏതൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. വേവ്, ഷേക്ക് ഹാൻഡ് ഇല്ല, കൈ വീശുകയാണ്, വേവ്. പിന്നെ ഫുഡ് ഷേക്ക്, ഹാൻഡ് ഷേക്ക് പറയുന്നതിന് പകരം ഫുഡ് ഷേക്കാണ്, അല്ലേ? അപ്പോൾ ഷൂ ഇട്ടിട്ടുണ്ട്. പിന്നെ എൽബോ ബംപ്, എൽബോ എന്ന് വെച്ചാൽ കൈമുട്ടിനാണ് എൽബോ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ കാൽമുട്ടിന് എന്ത് പറയും? നീ. ഓക്കെ. പിന്നെ നമസ്തേ. ഇതെല്ലാം തന്നെ നോൺ കോൺടാക്റ്റ് ഗ്രീറ്റിംഗ്സ് ആണ്. ഇനി അതിൽ ലിസ്റ്റ് ദ കോമൺ വേസ് ഓഫ് ഗ്രീറ്റിംഗ്സ് ദാറ്റ് ആർ ടു ബി അവോയ്ഡഡ് ഇൻ COVID-19 ടൈംസ് ടു സ്റ്റേ സേഫ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾക്ക് എഴുതുക, എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നല്ലേ. കെട്ടിപ്പിടിക്കുന്നതും ആലിംഗനം ചെയ്യുന്നതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലേ.
കംപ്ലീറ്റ് ദ വാട്ട് ഐ ലേൺഡ് കോളം ഇൻ ദ KWL ചാർട്ട്. എന്താണ് KWL ചാർട്ട് എന്ന് പറയുന്നത്? KWL ചാർട്ട്, K മീൻസ് നോളജ്, നോ, വാട്ട് ഐ നോ, നമുക്ക് എന്തറിയാം, അതാണ് നമുക്ക് നേരത്തെ അറിയാവുന്നത്. പിന്നെ W എന്ന് വെച്ചാൽ വാട്ട് ഐ വാണ്ട് ടു നോ, നമുക്ക് എന്താണോ അറിയാനുള്ളത്. പിന്നെ L മീൻസ് വാട്ട് ഐ ലേൺഡ്, അതാണ് KWL ചാർട്ട് കേട്ടോ. ഇപ്പോൾ ഗ്രീറ്റിംഗ്സ് സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. ഗ്രീറ്റിംഗ്സ് ക്യാൻ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പേഴ്സൺസ് who are interacted with. There are new ways of greetings to be followed to stay safe during the COVID-19 pandemic times. COVID-19 എന്ന് വെച്ചാൽ കൊറോണ വൈറസ് ഡിസീസ് 2019 എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് കേട്ടോ, COVID-19. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ, നമ്മൾ സ്വയം പരിചയപ്പെടുന്നതിനാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, സെൽഫ് ഇൻട്രൊഡക്ഷൻ കേട്ടോ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ഹൗ ടു ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ് as it shows our ability to meet new people and start a conversation. അതാണ്. അപ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷന് വളരെ പ്രാധാന്യമുണ്ട് അല്ലേ. ബീയിങ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ഹെൽപ്സ് us to form bonds, connections and collaborations. ഇതെല്ലാം ആൾക്കാരായിട്ടുള്ള ഇൻറ്ററാക്ട് ചെയ്യാനുള്ള കൊണ്ടുള്ള ഗുണങ്ങളാണല്ലേ. ലേണിംഗ് ടു ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ് in English is important as we may face situations where we are expected to do so in English. ഇതിൽ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഗ്രീറ്റിംഗ്സ്, നെയിം, നമ്മുടെ പേര് പറഞ്ഞിട്ടാണ് എപ്പോഴും തുടങ്ങുക അല്ലേ. ഗ്രീറ്റിംഗ് ചെയ്തതിന് ശേഷം ഹായ്, ഹലോ, യു, ഹൗ ആർ യു, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സർ എന്നൊക്കെ പറഞ്ഞ ശേഷം നമ്മുടെ പേരാണ് പറയുന്നത്. ഐ ആം അബ്ദുൽ സലാം, ഐ ആം അരവിന്ദ്. Place and date of birth, I am from India, Kerala. Nationality, I am an Indian. അല്ലെങ്കിൽ ഏജ്, I am 18 years old. അഡ്രസ്സ്, ഫാമിലി, എഡ്യൂക്കേഷൻ, ഹോബീസ്. അത് കുറച്ചും കൂടി കോഡിയലായിട്ട് പോകുമ്പോഴാണ് ഹോബിയൊക്കെ പറയുന്നത് അല്ലേ. പിന്നെ ഒക്യുപ്പേഷൻ, ഒക്യുപ്പേഷൻ മീൻസ് ജോലി. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഓക്കെ, സ്റ്റുഡൻറ്റ്. കുറച്ച് എക്സസൈസ്, ഒരു കുമാർ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എങ്ങനെയാണെന്ന് നോക്കൂ. ഗുഡ് മോർണിംഗ്, ഹായ് ഫ്രണ്ട്സ്, നൈസ് ടു മീറ്റ് യു ഓൾ. ഐ ആം കുമാർ ആൻഡ് ഐ ആം എ സ്റ്റുഡൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്ലോമ. ഐ ആം ഫ്രം കോയമ്പത്തൂർ, തമിഴ്നാട്, ആൻഡ് ഐ ലിവ് വിത്ത് മൈ ബ്രദർ ഹിയർ. മൈ ഫാദർ ഈസ് എ ഡ്രൈവർ ആൻഡ് മൈ മദർ ഈസ് എ ഫാമർ. ഐ ലിസൺ ടു മ്യൂസിക് വെൻ ഐ ആം ഫ്രീ ആൻഡ് ഐ വാച്ച് മൂവീസ് ടു. ഐ വാണ്ട് ടു വർക്ക് ഫോർ എ കമ്പനി that produces safe wires at affordable prices. ഇത് കുമാറിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. ഇത് നോക്കിയിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കതൊക്കെ ഒരു ഹോംവർക്കായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, അസൈൻമെൻറ്റായിട്ട് ചെയ്യാം. നൗ റൈറ്റ് എ സിമിലർ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദ ക്ലാസ് യൂസിങ് ദിസ് എക്സാമ്പിൾ. റിമെമ്പർ ടു യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ഗ്രീറ്റിംഗ്. ഇനി ഇതുപോലത്തെ ഒരു വിഷ്വൽ കാണിച്ചിട്ടുണ്ട്. രണ്ട് കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ്. സോ നൈസ് ടു മീറ്റ് യു. എക്സ്പ്രസിങ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഐ ലൈക്ക് പിസ്സ ബട്ട് ഐ ഡോണ്ട് ലൈക്ക് സൂപ്പ്. അത് ലൈക്സ് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ ലൈക്ക് എക്സ്പ്രസ് ചെയ്യാൻ എന്തൊക്കെ വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കൂ. ലവ്, എൻജോയ്, ഹെയ്റ്റ്. ഹെയ്റ്റ് എന്ന് വെച്ചാൽ വെറുക്കുന്നതിനാണ് ഹെയ്റ്റ് എന്ന് പറയുക. ഐ ഹെയ്റ്റ്. ഹേറ്റ്രഡ് എന്നാണ് നൗൺ ഫോം. പിന്നെ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്, ടു ടോക്ക് അബൌട്ട് അവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. പിന്നെ നമ്മളതിൻ്റെ കൂടെ ഒരു വെർബിൻ്റെ കൂടെ ING ചേർത്താൽ അത് ഫോർ എക്സാമ്പിൾ ഐ ലവ് വാച്ചിങ് വീഡിയോസ്, അല്ലെങ്കിൽ ഐ ലൈക്ക് ഈറ്റിംഗ് മാംഗോസ് എന്ന് പറയുന്ന പോലെ. ഇനി അതിൽ കുറച്ച് എക്സർസൈസ് നമുക്ക് സ്വന്തം ചെയ്യാനുള്ളതാണ്. അപ്പം അതിൽ ക്വസ്റ്റ്യൻസ്: ഹൗ ഡസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഹെൽപ്പ്? ലിസ്റ്റ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് യു നീഡ് ടു ഇൻട്രൊഡ്യൂസ് അതേഴ്സ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ? ഇത് നിങ്ങളുടെ എക്സർസൈസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്ത ചാപ്റ്റർ റോൾ മോഡൽസ്. എന്താണ് റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ? എ റോൾ പ്ലേഡ് ബൈ ആൻ ആക്ടർ, അതിനാണ് റോൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റോൾ മോഡൽ ഈസ് എ പേഴ്സൺ, ഒരു വ്യക്തിയാണ് റോൾ മോഡൽ എന്ന് പറയുന്നത് അല്ലേ. എ റോൾ മോഡൽ ഈസ് എ പേഴ്സൺ with very good behavior, achievements and leads
ആസ് എൻ എക്സാമ്പിൾ. അതാണ് നമുക്കൊരു റോൾ മോഡൽ എന്ന് വെച്ചാൽ ഒരു ആരാധ്യനായിട്ടുള്ള ആൾ. എൻ്റെ ഒരു ആരാധ്യനാണ് അയാൾ, ഞാൻ അയാളുടെ ഒരു ആരാധകനാണെന്ന് പറയാറുണ്ടല്ലേ. അപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ ക്രിക്കറ്റേഴ്സിൻ്റെ ഒരു ആരാധകനാണ്. അപ്പോൾ നമുക്ക് സച്ചിൻ തെണ്ടുൽക്കറെ പോലെ നല്ലൊരു കളിക്കാരനാകണം, അല്ലെങ്കിൽ ലയണൽ മെസ്സിയെ പോലെ ഒരു നല്ല ഫുട്ബോളറാകണം, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലെ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആകണം. ഇതൊക്കെയാണ് റോൾ മോഡൽസായിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ദെർഫോർ റോൾ മോഡൽസ് ആർ ആൻ ഇൻസ്പിറേഷൻ ടു ഇനിഷ്യേറ്റ് ആൻഡ് ഇമിറ്റേറ്റ് ആൻഡ് ഫോളോ. അതാണ് നമുക്കൊരു പ്രചോദനമാണ്. ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ പ്രചോദനമാണല്ലേ. ഇൻസ്പിറേഷൻ ടു ഇമിറ്റേറ്റ്, അനുകരിക്കുവാനും പിന്തുടരുവാനുമുള്ള ഒരു പ്രചോദനമാണത്. ഫോർ എക്സാമ്പിൾ, ആസ് വി ഗ്രോ we consider our parents as role models and gradually get inspired by people in our own field. Role models can be living or dead, famous or unknown to many. Role models are real human beings, unlike superheroes. ഇപ്പോൾ റിയൽ ഹ്യൂമൻ ബീങ്സിനെയാണ് നമുക്ക് നടക്കാത്ത ഒരു കാര്യങ്ങളൊന്നും അൺലൈക്ലി ആയിട്ടുള്ള ഒരു മോഡൽസിനെയൊന്നും നമ്മൾ റോൾ മോഡലായിട്ട് വെച്ചിട്ട് കാര്യമില്ല. ദേ ഹാവ് വീക്ക്നെസ് ആൻഡ് ദേ ഹാവ് മെറ്റ് ഫെയിലിയേഴ്സ്. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് എന്ത്, നമുക്കറിയാം അല്ലേ. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്നു, ഫാദർ ഓഫ് ദ നേഷൻ. എന്താണ്? മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് അല്ലേ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് അതിൻ്റെ മലയാള പരിഭാഷ. അത് അദ്ദേഹത്തിൻ്റെ വീഴ്ചകളും ഒരുപാട് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു റോൾ മോഡലിന് എന്തൊക്കെയാണ്? മോട്ടിവേഷൻ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം. അഡ്വൈസ്, നമുക്ക് ഉപദേശങ്ങൾ കിട്ടണം. സക്സസ്, വിജയത്തിലേക്ക് കൊണ്ടുപോകണം. ട്രെയിനിങ്, ഗോൾ മീൻസ് ടാർഗറ്റ്. സപ്പോർട്ട്, കോച്ചിങ്, ഡിറക്ഷൻ. ഇതൊക്കെ തന്നെയാണ് റോൾ മോഡൽസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതല്ലേ. സെറ്റ് ദി എക്സാമ്പിൾ, ഇതാണ് ഒരു റോൾ മോഡൽ ചെയ്യുന്നത്. പിന്നെ ദർ ആർ 5 ക്വാളിറ്റീസ് ഓഫ് റോൾ മോഡൽ. അപ്പോൾ നമ്മൾ ഒരാളെ റോൾ മോഡലായിട്ട് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ആ റോൾ മോഡൽ, അദ്ദേഹം ആണായിരിക്കട്ടെ പെണ്ണായിക്കോട്ടെ, അവർക്കുണ്ടായിരിക്കേണ്ടുന്ന ഒരു ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? പാഷൻ ആൻഡ് എബിലിറ്റി ടു ഇൻസ്പയർ. നമ്മൾ പ്രചോദനം നൽകുന്ന രീതിയിലുള്ള ഒരു പാഷൻ ഉണ്ടാകണം. റോൾ മോഡൽസ് ഷോ പാഷൻ ഫോർ ദ വർക്ക് ആൻഡ് ഹാവ് ദ കപ്പാസിറ്റി ടു ഇൻഫെക്റ്റ് അതേഴ്സ് വിത്ത് ദെയർ പാഷൻ. ക്ലിയർ സെറ്റ് ഓഫ് വാല്യൂസ്, മൂല്യങ്ങൾ എന്ന് പറയും, വാല്യൂസ് അല്ലേ. റോൾ മോഡൽസ് ആക്ട് ഇൻ വേസ് ദാറ്റ് സപ്പോർട്ട് ദെയർ ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. പിന്നെ മൂന്നാമത്തത് കമ്മിറ്റ്മെൻറ്റ് ടു കമ്മ്യൂണിറ്റി, സമൂഹത്തിനോട് പ്രതിബദ്ധത ഉണ്ടായിരിക്കണം അവർക്ക് അല്ലേ. റോൾ മോഡൽസ് ആർ അതർ ഫോക്കസ്ഡ് ആസ് അപ്പോസിഡ് ടു സെൽഫ് ഫോക്കസ്ഡ്. അപ്പോൾ അവർ വ്യക്തി കേന്ദ്രീകൃതമായിരിക്കില്ല, സൊസൈറ്റി കേന്ദ്രീകൃതമായിരിക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി സെൽഫ്ലെസ്നെസ്, സ്വാർത്ഥത ഇല്ലാത്ത അവസ്ഥ. സെൽഫ്ലെസ്നെസ് ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവർ സ്വീകരിക്കുന്ന രീതിയായിരിക്കും. റോൾ മോഡൽസ് സീ അതേഴ്സ് നീഡ്സ് ആൻഡ് ആക്ട് ഓൺ ദം. അപ്പോൾ നമ്മൾ സ്വാർത്ഥത ഒഴിവാക്കിയിട്ട് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കാണ് അവരെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നില്ലേ. ഇനി എബിലിറ്റി ടു ഓവർകം ഒബ്സ്റ്റക്കിൾസിനെ തടസ്സങ്ങൾ നീക്കുവാനുള്ള കഴിവ്, അതിനുള്ള സന്നദ്ധത, തയ്യാറെടുപ്പ്, പ്രിപ്പറേഷൻ. റോൾ മോഡൽസ് ഷോ ദാറ്റ് സക്സസ് ഈസ് പോസിബിൾ ഡെസ്പൈറ്റ് ഒബ്സ്റ്റക്കിൾസ്. തടസ്സങ്ങളുണ്ടെങ്കിലും വിജയത്തിലേക്ക് എത്താം എന്നുള്ളതിൻ്റെ മാതൃകയാണ് റോൾ മോഡൽസ് അല്ലേ. ഇപ്പം ഇവിടെ കുറച്ച് ഹിയർ ആൾ ഈസ് എ ലിസ്റ്റ് ഓഫ് ഫേമസ് റോൾ മോഡൽസ് ഫോർ ദ യൂത്ത് ഓഫ് ടുഡേ. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് അറ്റ്ലീസ്റ്റ് 2 ക്വാളിറ്റീസ് യു ലൈക്ക് ഇൻ ദം. ഒന്നാമത്തെ കാണിച്ചിട്ടുള്ള ആരെയാണ് റോൾ മോഡലായിട്ടുള്ള? ഫേമസ് ക്രിക്കറ്ററാണല്ലേ, മഹേന്ദ്ര സിംഗ് ധോണി എന്നല്ലേ. ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഇപ്പോൾ എന്താണ് പുതിയ ക്യാപ്റ്റൻ്റെ പേരെന്താണ്? വിരാട് കോഹ്ലി അല്ലേ. വിരാട് കോഹ്ലിയുടെ മുമ്പ് ദീർഘകാലം ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്ന ആളാണ്. ഇന്ത്യക്ക് വൺഡേ ഇൻ്റർനാഷണൽ കപ്പും 2020 കപ്പിലും നേടിക്കൊടുത്തുള്ള പ്രഗത്ഭനായ കളിക്കാരനായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി അല്ലേ. അദ്ദേഹത്തിന് നമ്മൾ കാണുന്ന ക്വാളിറ്റീസ്, പേര് എഴുതുക, ക്വാളിറ്റീസ് യു ലൈക്ക് ഇൻ ദം. മഹേന്ദ്ര സിംഗ് ധോണിയിൽ നമ്മൾ കാണുന്ന ക്വാളിറ്റി എന്തൊക്കെയാണെന്ന്. രണ്ടാമത്തെ ആരാണ് നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഇദ്ദേഹം അല്ലേ, BR അംബേദ്കർ എന്ന് പറയും. മൂന്നാമത്തെ ആരാണ്? ഈ അടുത്ത് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെങ്കലം നേടി തന്നിട്ടുള്ള പ്രശസ്ത കളിക്കാരി, ബാഡ്മിൻ്റൺ താരമാണല്ലേ, PV സിന്ധു. ആന്ധ്രക്കാരിയാണ് അവർ. അടുത്തത് സമാധാനപ്രിയ, സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ഇന്ത്യക്കാരി അല്ലെങ്കിൽ പിന്നീട് ഇന്ത്യക്കാരിയായിട്ടുള്ള ആളാണ് മദർ തെരേസ അല്ലേ, സിസ്റ്റർ ആഗ്നസ് ആണ്. ഇനിയിപ്പോൾ നമ്മുടെ റോൾ മോഡൽ, വേറെ ആരെങ്കിലും നമ്മൾ റോൾ മോഡലായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത് അവരുടെയും പേരെഴുതുക, അവരുടെ നിങ്ങൾ കാണുന്ന ക്വാളിറ്റീസ് എഴുതുക. നിങ്ങളുടെ അസൈൻമെൻ്റ് ആണത്. ഇനി ഇവിടെ ക്യാൻ യു ഐഡൻറ്റിഫൈ ദ 2 ടീനേജേഴ്സ് ഇൻ ദ വിഷ്വൽ. 2 ടീനേജേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൂ ദേ ആർ. ഡു യു തിങ്ക് ദേ ക്യാൻ ബി ഗുഡ് റോൾ മോഡൽസ്? ഇതാരൊക്കെയാണ്? നമ്മൾ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കാം. നമുക്കറിയാം, എപ്പോഴും നമ്മളെ TV യും ഒക്കെ കാണുന്നവരാണെങ്കിൽ നമുക്കറിയാമല്ലേ.
ഇടത് ഭാഗത്തിലെ കുട്ടി ഗ്രേറ്റ തുംബർഗ് എന്ന് പറഞ്ഞ കുട്ടിയാണ് അല്ലേ, പരിസ്ഥിതി പ്രവർത്തകയാണ്. അടുത്തതാരാണ് തൊട്ടടുത്തുള്ളത് ഷാളിട്ടിരിക്കുന്നത്? അതാണ് പാകിസ്ഥാൻകാരി മലാല യൂസഫ്സായി അല്ലേ. ഇതൊക്കെ എപ്പോഴും വാർത്തകൾ ഇടം പിടിക്കാറുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അവരിലുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഇനി ലുക്ക് അറ്റ് ദ 2 വിഷ്വൽസ്. തിങ്ക് ടു ഐഡൻറ്റിഫൈ 5 പീപ്പിൾ ഹു ഹാവ് ഇൻസ്പയർഡ് യു. നമുക്ക് പ്രചോദനമായിട്ടുള്ള 5 ആൾക്കാർ ഇൻ ലൈഫ് ആൻഡ് ആർ യുവർ റോൾ മോഡൽസ് അറ്റ് സം പോയിൻറ്റ് ഇൻ യുവർ ലൈഫ്. നമുക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അപ്പം നമുക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ആളുകളാണ്. ഇൻ ദ ടേബിൾ നോട്ട് ഡൗൺ ദെയർ നെയിംസ്, യുവർ റിലേഷൻഷിപ്പ് വിത്ത് ദം, ഹൗ ദേ ഇൻസ്പയർഡ് യു ആൻഡ് വൺ തിങ് യു ആർ ഫോളോയിങ് ഇൻ ലൈഫ് ബിക്കോസ് ഓഫ് ദെയർ ഇൻഫ്ലുവൻസ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് എഴുതാം അല്ലേ. പോസിറ്റീവ് റോൾ മോഡൽസ് ആർ ലിങ്ക്ഡ് ടു ദ പാത്ത് വേ ടു സക്സസ് അല്ലേ. വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ടാണ് റോൾ മോഡൽസിനെ എടുക്കാറുള്ളത്. അപ്പോൾ നമുക്കിനി എഴുതാം. നമ്മൾ റോൾ മോഡൽസ് ആക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ പേര് എഴുതുക. ഒരു 5 പേരുടെ പേര് നമുക്ക് എഴുതാം. അവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് എഴുതാം. ഇൻസ്പിറേഷൻ, നമ്മൾ ഏതെങ്കിലും തരത്തിലാണ് അവർ പ്രചോദനമായിട്ടുള്ളതെന്ന് എഴുതാം. വാട്ട് യു ഫോളോ. ഷെയർ ദ ഇൻഫർമേഷൻ അബൌട്ട് യുവർ റോൾ മോഡൽസ് വിത്ത് യുവർ പാർട്ട്ണർ. ഇപ്പോൾ റോൾ മോഡൽസിൻ്റെ ആ ചാപ്റ്റർ ഇനി അടുത്ത് നോക്കുക. ഹ്യൂമൻ ബീങ്സ് ആർ ഇംപെർഫെക്റ്റ് ബൈ നേച്ചർ അല്ലേ. ആരും അപൂർണരല്ല എന്നാണ് പറയുന്നത്. ഒരു ഗുണത്തിന് 9 ദോഷം ഉണ്ടെന്നാണ് അല്ലേ. അപ്പോൾ നമ്മളെല്ലാം തികഞ്ഞ ആൾക്കാരായിട്ട് ആരുമില്ല. ഇറ്റ് ഈസ് ദ കൾട്ടിവേഷൻ ഓഫ് ഗുഡ് ഹാബിറ്റ്സ് ദാറ്റ് മേക്സ് വൺ എ ബെറ്റർ പേഴ്സൺ. അപ്പോൾ നമ്മൾ നല്ല ശീലങ്ങൾ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെയാണ് നമുക്ക് നല്ല ആളുകളായി വ്യക്തികളായി തീരാൻ കഴിയുന്നത് അല്ലേ. റോൾ മോഡൽസ് ആർ ഓൾസോ ഹ്യൂമൻ ബീയിങ്സ്. അവരും സാധാരണ മനുഷ്യരും നമ്മൾ പോലെ തന്നെ വിചാരവും വികാരങ്ങളും ശാരീരിക ആവശ്യങ്ങളൊക്കെയുള്ള മനുഷ്യരാണ് നമ്മൾ പോലെ തന്നെ അവരില്ലേ. വിശപ്പും ദാഹവും ക്ഷീണമൊക്കെ ഉള്ളവരാണല്ലേ. ആൻഡ് ഹെൽത്ത് ഷാൽ ഹാവ് ദെയർ സെറ്റ് ഓഫ് ഇൻപെർഫെക്ഷൻസ്. അവർക്കും അപൂർണമായ കുറേ കാര്യങ്ങളുണ്ടാവും. വിച്ച് വി മേ കോൾ ദെയർ വീക്ക്നെസ് അല്ലേ. പക്ഷേ വീക്ക്നെസ്സിനേക്കാളും കൂടുതൽ അവരുടെ സ്ട്രെങ്ത്താണ് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത്. ഫോർ എക്സാമ്പിൾ ദേ ക്യാൻ ബി ഷോർട്ട് ടെമ്പേർഡ്, ക്ഷമയില്ലാത്തവരാകാം. ഇൻട്രോവർട്ട് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇൻട്രോവർട്ടും എക്സ്ട്രോവർട്ടും ഉണ്ട് അല്ലേ. അന്തർമുഖത്വം എന്ന് പറയും ഇൻട്രോവർട്ട്, ബഹിർമുഖത്വം അതാണ്. സെൻസിറ്റീവ്, പെട്ടെന്ന് ഫീലിങ്സ് ഉണ്ടാകുന്ന ആൾക്കാർ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ടു നോട്ട് ദാറ്റ് ദെയർ വീക്ക്നെസ് ആർ ഇൻസിഗ്നിഫിക്കൻറ്റ് വെൻ കമ്പയർഡ് ടു ദെയർ സ്ട്രെങ്ത് കേട്ടോ. അവരുടെ വീക്ക്നെസ്സിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത്താണ് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത്. ഇറ്റ് ഈസ് ദെയർ സ്ട്രെങ്ത്സ് ദാറ്റ് ഹാസ് മെയ്ഡ് യു അക്നോളജ് ദം ആസ് യുവർ റോൾ മോഡൽ കേട്ടോ. റിഫ്ലക്റ്റ് ഓൺ ദ ബെസ്റ്റ് ക്വാളിറ്റീസ് യു ഹാവ്. ഫോർ എക്സാമ്പിൾ എന്തൊക്കെ ക്വാളിറ്റീസാണ് നമുക്കുള്ളത് നോക്കുക. ഓണസ്റ്റ് എന്ന് വെച്ചാൽ ഹോണസ്റ്റി, സത്യസന്ധത അല്ലേ. പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ. ക്ലീൻലിനെസ്, ശുദ്ധി, വൃത്തി. കൈൻഡ്നെസ് എന്ന് വെച്ചാൽ ദയാദാക്ഷിണ്യങ്ങൾ അല്ലേ. ഹെൽപ്പിംഗ് മൈൻഡഡ്, സഹായ മനസ്ഥിതി. പൊളൈറ്റ്നെസ് എന്താണ്? മര്യാദ. സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, നേരെ വാ നേരെ പോവുക. ഇതൊക്കെ തന്നെയാണ് ഗുഡ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലിസ്റ്റ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് യുവർ റോൾ മോഡൽസ്. ഡിസ്കസ് ഹൗ വീക്ക്നെസ് ഗെറ്റ് അൺനോട്ടീസ്ഡ് ആൻഡ് സ്ട്രെങ്ത് ഗെറ്റ് നോട്ടീസ്ഡ്. ഇനി അതിൽ വാട്ട് ഐ ലേൺഡ് ചാപ്റ്റർ ഫില്ല് ചെയ്യുക. ഇനി വൈ ആർ റോൾ മോഡൽസ് നെസസറി? ആർ റോൾ മോഡൽസ് ഓൾവേസ് സ്ട്രോങ് ആൻഡ് പെർഫെക്റ്റ്? ഹൗ ഡു റോൾ മോഡൽസ് ഇൻഫ്ലുവൻസ് അസ്? ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതുകയും ചെയ്യാം. അപ്പം ഇത് നമ്മളിപ്പോൾ 3 ചാപ്റ്റർ നോക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് സ്പോക്കൺ കമ്മ്യൂണിക്കേഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.